ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുര രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഉപയോഗപ്പെടും. പിന്നെ ചോദിച്ചിരിക്കുന്നത് കർത്താവ് എത്ര സഭകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും സഭ സ്ഥാപിച്ചിട്ടില്ല. കർത്താവ് സ്ഥാപിച്ചത് എന്താണ്? ഒരു മോഡ് ഓഫ് ലിവിങ് ആണ്, ഒരു ജീവിത രീതിയാണ്. പഴയ നിയമത്തിന് വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഒരു പുതിയ ജീവിത പാത തുറന്നു തന്നു. ദാറ്റ് ഇസ് ദ ക്രിസ്ത്യാനിറ്റി. സംഭവം ശരിയാണ്, നമുക്ക് തോന്നും. 12 അപ്പസ്തലന്മാരെ കാര്യം ഏൽപ്പിച്ചു. ആ 12 അപ്പസ്തലന്മാരിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹങ്ങൾ ഉണ്ടായി. ശരിയാണ്. ആ സമൂഹങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് മാനുഷികമായ പരിമിതികളും ബലഹീനങ്ങളും കണക്കിലെടുത്ത് അതിൻ്റെതായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രൂപതയിൽ 14 ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൗകര്യത്തിന് വേണ്ടി ഒരു അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഡിവിഷൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇടവക, അല്ലെങ്കിൽ മിഷൻ സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ. ഒരു ഇടവകയിൽ തന്നെ പല കുടുംബ കൂട്ടായ്മകൾ. അപ്പോൾ ഈ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് സഭയുടെ കാഴ്ചപ്പാടും സഭയുടെ നിയമാവലി അനുസരിച്ച്, രൂപതയുടെ നിയമാവലി അനുസരിച്ച് ആ കുടുംബ കൂട്ടായ്മ നടത്തുന്നു. അപ്പോൾ കുടുംബ കൂട്ടായ്മ ഒരുമിച്ച് കൂടുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൻ്റെ ഭാഗമാണ്. അത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി അല്ല, ഒരു ട്രേഡ് യൂണിയൻ അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ്. ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന സമൂഹം. അപ്പോൾ ക്രിസ്തു ഉണ്ടെങ്കിൽ സഭയുള്ളൂ. ക്രിസ്തു ഇല്ലാത്തത് സഭയല്ല. അതൊരു ട്രേഡ് യൂണിയനോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി ആയിട്ട് മാറും. സഭ എന്ന് പറയണമെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ദൈവപുത്രനായ ക്രിസ്തു കേന്ദ്രത്തിലുണ്ടാകണം. അത് ക്രിസ്തുവിനോട് കൂടിയ ജീവിതമാണ്. എ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ചർച്ച്. അല്ലാതെ നമ്മളൊരു ന്യൂമറിക്കലായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരുമിച്ച് കൂടലല്ല സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭ ഇന്ന് കാണുന്ന രീതിയിൽ ആയസച്ച് കർത്താവ് സ്ഥാപിച്ച അത് പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ട് അങ്ങനെ വളർന്നു വന്ന് ഇങ്ങനൊരു കമ്മ്യൂണിറ്റേറിയൻ ആസ്പെക്റ്റ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സഭ എന്ന് പറയുന്ന ക്രിസ്തുവാണ്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അതാണ് സഭ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അതിനെ കാണണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ സഭയിൽ നമുക്കറിയാം, പിന്നീട് പല സമൂഹങ്ങളുണ്ടായി. നോൺ കാത്തലിക് ചർച്ചസ്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചസ്, അതുപോലെ തന്നെ പെൻറ്റക്കോസ്റ്റ് സെക്റ്റുകൾ, അങ്ങനെ പല സമൂഹങ്ങൾ പിന്നീടുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം 2ആണ്. ഒന്ന്, ഏതെങ്കിലും ഒരു വിശ്വാസ സത്യം സഭയുടെ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ സത്യം സഭ അംഗീകരിച്ചത്, സഭ ഏറ്റുപറയുന്നത് നിഷേധിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഹെരസി അല്ലെങ്കിൽ പാഷണ്ഡത. അപ്പോൾ ചില വിശ്വാസ സത്യങ്ങൾ അംഗീകരിക്കാതെ പോയവർ അവർ അതിൻ്റേതായ രീതിയിൽ സഭയിൽ നിന്ന് വിഘടിച്ചു പോയി. പല സംഭവങ്ങളുണ്ടായി. അങ്ങനെ നോൺ കാത്തലിക് ചർച്ചസ്. പിന്നെ നമ്മൾ കാണുന്നത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളാണ്. പ്രത്യേകിച്ചും മധ്യശതകത്തിലുണ്ടായതാണത്. 15, 16, 17 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ സഭകൾ, പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ. പിന്നീട് 17, 18, 19 നൂറ്റാണ്ടുകളുണ്ടായ പെൻറ്റക്കോസ്റ്റൽ സെക്റ്റുകൾ, 20 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ, ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഘടിച്ചു പോയ സമൂഹങ്ങളാണ്. അത് പാഷണ്ഡത എന്ന് പറയും നമ്മൾ. ഏതെങ്കിലും ഒരു വിശ്വാസ സത്യം, ഒരു വിശ്വാസത്തെ ഡിനൈ ചെയ്ത് കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോയവർ. സഭ അവരെ അകറ്റിയതല്ല, സഭ അവരിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു വിശ്വാസത്തിന് വിരുദ്ധമായി വന്നപ്പോൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷിസമാണ്. അതായത് സഭാ നേതൃത്വത്തെ അംഗീകരിക്കാതെ പോയവർ, ഷിസ്മാറ്റിക്സ്, ശീഷ്മ എന്ന് പറയും. അങ്ങനെയും സഭയിൽ വിഘടിപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിശ്വാസം തന്നെ ഇല്ല എന്ന് പറഞ്ഞു പോകുന്ന വേറൊരു ഗണമുണ്ട്, അപ്പസ്റ്റേറ്റ്സ്, വിശ്വാസത്യാഗികൾ വേറെയുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മളിന്ന് പോയിരിക്കുന്നത്. പെൻറ്റക്കോസ്റ്റൽ സെക്റ്റിൽ പലരും അങ്ങനെ ത്യാഗികളുടെ ഭാഗത്ത് വരാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ശരിക്കുള്ള പത്രോസ് നേതൃത്വത്തിൽ രൂപീകൃതമായ സഭയിൽ വിഘടിപ്പുണ്ടായിട്ട് പല സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. അത് വിശ്വാസം തന്നെ ത്യജിച്ചു പോകുന്നു. എനിക്ക് ക്രിസ്തീയ വിശ്വാസമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ. പിന്നെ വിശ്വാസമുണ്ട്, പക്ഷേ ഇന്ന കാര്യം ഞാൻ അംഗീകരിക്കില്ല, ഇന്ന വിശ്വാസസത്യം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പാഷണ്ഡത. മറ്റത് പാഷണ്ഡതയല്ല, അപ്പസ്തോലല്ല, സഭ നേതൃത്വത്തെ അംഗീകരിക്കില്ല, അത് ശീഷ്മ.
അപ്പോൾ അങ്ങനെയാണ് സഭയിൽ അങ്ങനെ വിഘടിപ്പുണ്ടായിട്ടുള്ളത്. കർത്താവ് ഒരു സമൂഹത്തിന് രൂപം കൊടുത്തിട്ടുള്ളൂ. ആ സമൂഹത്തിന് ഇതുപോലെയുള്ള പല കാരണങ്ങളുടെ പേരിൽ വിഘടിച്ച് പോയി ഇന്ന് വരെ വിഘടിപ്പുണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ പല സഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോ? കത്തോലിക്ക സഭയുടെ വിശ്വാസവും പാരമ്പര്യം അനുസരിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും സത്യമാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമാണ് അതിൻ്റെ ഓതർ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് പഴയ നിയമത്തിൽ? നമുക്കറിയാമല്ലോ, പഴയ നിയമം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ദൈവം ജനത്തെ ഒരുക്കിയതാണ്. അതാണ് യഹൂദമതം. അപ്പോൾ ആ യഹൂദ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി പോലെ അത്രയും പൂർണ്ണമല്ല. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അബ്രഹാം മുതൽ ഇങ്ങോട്ട് ഒരുക്കി കൊണ്ടുവന്ന ഒരു സമൂഹമാണ് ഈ പറഞ്ഞ യഹൂദ സമൂഹം എന്ന് പറയുന്നത്. അവരുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസൃതമായിട്ട് നീങ്ങിയപ്പോൾ ദൈവം അവരുടെ കൂടെ നിന്ന് അവർക്കെതിരായിട്ടുള്ളവരെയൊക്കെ ദൈവം മാറ്റി നിർത്തി അവർക്ക് കാനാൻ ദേശത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കി. മാത്രമല്ല, പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പവും പുതിയ നിയമത്തിൽ ക്രിസ്തു കാണിച്ചെന്ന് പഴയ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം കാരുണ്യവാനാണ്, പരിപാലകനാണ്. അതേസമയം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ദൈവം അവരെ ശിക്ഷിക്കും. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ പാപം ചെയ്ത് നമുക്ക് ശിക്ഷാവിധിക്കുണ്ടാകും, ശരിയാണ്. അതേസമയം പുതിയ നിയമത്തിൽ ഈശോ കാണിച്ചു തരുന്നത് എപ്പോഴും സ്നേഹിക്കുന്ന, എപ്പോഴും കൂടെ വിളിക്കുന്ന, എപ്പോഴും കരുണയോടുകൂടി പ്രവർത്തിക്കുന്ന, എപ്പോഴും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരുത്തുകയും അതേസമയം ചാരം നിർത്തുകയും ചെയ്യുന്ന പിതാവായ ദൈവം. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിൽ ചിലപ്പോൾ പക്ഷേ നമുക്ക് തോന്നും, അങ്ങനെ എന്നോട് അക്രൈസ്തവരായിട്ടുള്ളവരടക്കം പലരും ചോദിച്ചിട്ടുണ്ട്, പിതാവേ എന്താ ഈ പുതിയ നിയമം പോലെയല്ലല്ലോ പഴയ നിയമത്തിൽ? അതിൻ്റെ കാരണം ഇതാണ്, പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്കുള്ള വഴിയാണ്. അതൊരു ഒരു വഴിയാണ്. അത് അപൂർണമാണ്. പുതിയ നിയമത്തിലെ പൂർണ്ണതയിലേക്കുള്ള വഴിയാണ്. നമ്മൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. അതിൻ്റേതായ പ്രസൻറ്റേഷനും അതുപോലെ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ രീതി നമ്മൾ എടുത്താൽ മതി.